ഈ കാർഷിക മേഖലയായ നെടുമങ്ങാടിൽ ജയിച്ച ഒരു ജനപ്രതിനിധിക്ക് അവിടുത്തെ ജനങ്ങളുടെ പൾസ് അറിയാൻ പറ്റുന്നില്ലെങ്കിൽ ഞാൻ ഇതെന്താ പറയുക? ഇവിടുത്തെ പാവം പിടിച്ച കർഷകർ നിങ്ങൾക്കറിയാമോ? PM കിസാൻ എന്ന് പറഞ്ഞ് 4 മാസം കൂടുമ്പോൾ 2000 രൂപ വെച്ച് കിട്ടുന്നത് 27 ലക്ഷം മലയാളികൾക്കാണ്. ആ 27 ലക്ഷം പേര് കർഷകരായിട്ടുള്ള കേരളത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ എത്രമാത്രം പുരോഗതിയിൽ വന്നേനെ. അവിടെയും തട്ടിപ്പാണ്. ആ തട്ടിപ്പ് നടത്തുന്നെന്ന് പറഞ്ഞാൽ പാർട്ടിക്കാർക്കും മറ്റുള്ളവർക്കും വേണ്ടി അത് എഴുതിക്കൊടുത്ത് ഏതാണ്ട് 5 ലക്ഷത്തിൽ താഴെ യഥാർത്ഥ കൃഷിക്കാർ മാത്രമേ നമ്മുടെ നാട്ടിൽ ഇവിടെ കേരളത്തിലുള്ളൂ. അതിനെല്ലാം ചെയ്തത് പൊക്കോട്ടെ. നിങ്ങൾക്കറിയാമോ, സിവിൽ സപ്ലൈസും മറ്റുള്ള സപ്ലൈകോയുടെയും കീഴിൽ ഏറ്റവും വലിയ അഴിമതി കൊള്ളകൾ നടത്തി കഴിഞ്ഞ 5 വർഷമായിട്ട് എനിക്ക് നമ്മുടെ ജനപ്രതിനിധിയായിട്ടുള്ള ഇവിടുത്തെ മന്ത്രിയെ വ്യക്തമായിട്ടൊന്നും എനിക്കറിയാം. അദ്ദേഹം വളരെയധികം മോശമായിട്ട് ഞങ്ങളെ കാർഷിക രംഗത്തുള്ള ഞങ്ങള് സമരം ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ഇപ്പൊ കൃഷി ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ സമയം കണ്ടെത്തേണ്ടി വരുന്നത് എപ്പോഴാണെന്നറിയോ? ഇതിന്റെയൊക്കെ പൈസ കിട്ടാൻ വേണ്ടി സപ്ലൈകോയുടെയും കൃഷി ഓഫീസിന്റെയും ബാങ്കിന്റെ ഒക്കെ മുന്നിൽ ചെന്ന് സമരം ചെയ്തിട്ട് വരുമ്പോഴാണ് ഞങ്ങൾക്ക് അതിനേക്കാൾ കൂടുതൽ വേദന ഉണ്ടാവുന്നത്. കുഞ്ഞെടുക്കാനോ അല്ലെങ്കിൽ നെല്ലൊക്കെ ഏറ്റിവിടുന്നതിന്റെ എല്ലാം ബുദ്ധിമുട്ടുകൾ വേറൊരു തരത്തിലുണ്ടെങ്കിൽ അതിനപ്പുറമായിട്ടുള്ള ബുദ്ധിമുട്ട്, അതിന്റെ ഫലം നമ്മൾ കൊടുക്കുന്ന, നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഉത്പാദനം, ഒരു വാഴക്കൊലയാവട്ടെ, നെല്ലാവട്ടെ, കാച്ചിലാവട്ടെ, ചേമ്പാവട്ടെ, എന്തുമാവട്ടെ, അതിന്റെ മൂല്യം ഒരാഴ്ചക്കുള്ളിലെങ്കിലും തരുന്നതിന് പകരം ഒരു വർഷം വരെ കാത്തിരുന്ന സിവിൽ സ്കോർ, ബാങ്കിൽ നിന്ന് കിട്ടുന്ന പൈസ എന്ന് പറയുന്നത് സിവിൽ സ്കോർ നഷ്ടപ്പെടുന്ന ഒരു പ്രക്രിയയാണെന്ന് ആദ്യം കേരള കാർഷിക മേഖലയോടും സമ്മതത്തോടും പറഞ്ഞത് ഞാനാണ്. ആ പറഞ്ഞപ്പോ എന്നെ കളിയാക്കി. പക്ഷെ 1 മാസം കഴിഞ്ഞപ്പോൾ ഒരു യഥാർത്ഥ കൃഷിക്കാരൻ ആത്മഹത്യ ചെയ്യുള്ളൂ, സിവിൽ സ്കോർ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ്. എന്താണ് മന്ത്രി, ഇവിടുത്തെ മന്ത്രി നിങ്ങൾ ജയിപ്പിച്ചിട്ട നിങ്ങളുടെ ഭൂമി നിങ്ങളോട് എനിക്ക് വളരെയധികം വേദനയുണ്ട്. ഈ നെടുമങ്ങാടിനെ അപമാനിക്കാനാണോ നിങ്ങളുടെ ഈ സിവിൽ സപ്ലൈസിന്റെ മന്ത്രിയായിട്ട് പാവപ്പിടിച്ച കർഷകരെ ഇത്രമാത്രം ഉപദ്രവിച്ചറിയുള്ള ചോദ്യമാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ദൈവത്തെ ഓർത്ത്, ഈശ്വരനെ ഓർത്ത്, അതല്ല കർഷകനെ ഓർത്ത് രൂപം ചെയ്യണം. ഇപ്പൊ ആവശ്യം കർഷകർക്കൊരു ഉദവുണ്ടാക്കുന്ന ഒരു ജനപ്രതിനിധിയെ ഒരു കാരണവശാലും നെടുമങ്ങാട് വന്ന് നിങ്ങൾ വിജയിപ്പിക്കുവാൻ അനുവദിക്കരുതെന്ന ഒരു അഭ്യർത്ഥനയാണ് ഒരു കർഷകർക്ക് വേണ്ടി, ഒരു കർഷകനായിട്ട് ഞാൻ ഇവിടെ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്.